അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്തുള്ള ബന്ദറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ജലാൽ മസ്താൻ ബുഖാരി തങ്ങളുടെ മഖ്ബറയെ സംബന്ധിച്ചും കവരത്തി ദ്വീപിലുള്ള അവിടുത്തെ വീടിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മംഗലാപുരത്തുള്ള ബന്ദറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാദിരിയ, ജസ്തിയ, റിഫാഇയ, സുഹറവർദിയ എന്നീ തരീഖത്തുകളുടെ ഷെയ്ഖാണ് മുഹമ്മദ് ജലാൽ മസ്താൻ ബുഖാരി തങ്ങൾ. ബന്ദറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായൊരു മസ്ജിദിൻ്റെ ചാരയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വർഷങ്ങളോളം മഹാനവറുകൾ ജീവിച്ചിരുന്നത് ഇവിടെയായിരുന്നു. മുഹമ്മദ് ജലാൽ മസ്താൻ തങ്ങളുടെ മഖ്ബറയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണത്തിൽ ശില്പകലാവൈഭവം തുളുമ്പി നിൽക്കുന്ന ഒരു പുരാതന മസ്ജിദാണ് ബന്ദർ മസ്ജിദ്. അവിടുത്തെ തട്ടിൻപുറത്തുള്ള മരത്തിലെ കൊത്തുപണികൾ വളരെ മനോഹരമാണ്. വിശാലമായൊരു കുളം ഇതിൻ്റെ മുമ്പിലുണ്ട്. ഒരു പുരാതന മസ്ജിദിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വളരെ വിശാലമായൊരു കുളമാണിത്. ഈ കുളത്തിൻ്റെ വക്കിലൂടെ മുന്നോട്ട് പോയാൽ മലയാളി ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ ഇവിടെയുണ്ട്. മലയാളി ഭക്ഷണം ഇവിടുന്ന് നമുക്ക് കഴിക്കാം. ഈ ഹോട്ടലിന് നേരെയുള്ള റോഡിലൂടെ അല്പം മുന്നോട്ട് പോയാൽ അവിടെ ഒരു ബോട്ട് ജെട്ടി കാണാം. ഇവിടെയുള്ള രസകരമായ ഒരു ദ്വീപിലേക്ക് ബോട്ടുകൾ ഓടുന്ന ബോട്ട് ജെട്ടിയാണിത്. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇവിടെ നിന്നും ബോട്ടിൽ കയറി ഈ ദ്വീപിലെത്താം. 2000-ഓളം വീടുകളും നിരവധി പള്ളികളും ഇവിടെയുണ്ട്. ഇവിടെയെല്ലാം നടന്നു കണ്ട ശേഷം 10 രൂപ ടിക്കറ്റ് എടുത്ത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ പോരാം. മുഹമ്മദ് ജലാൽ മസ്താൻ തങ്ങളുടെ ഷെയ്ഖായ കുൽ മുഹമ്മദ് ഷാ വലിയുല്ലാഹി തങ്ങളുടെ മഖ്ബറ ബന്ദറിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ്. ബൈന്ദൂർ എന്ന പ്രദേശത്തുള്ള ബൈന്ദൂർ ജുമാ മസ്ജിദിന് സമീപമാണ് മഹാനവറുകളുടെ മഖ്ബറ നിലകൊള്ളുന്നത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ റാഹത്തായി നമുക്ക് സിയാറത്ത് ചെയ്യാവുന്ന ഒരു മഖ്ബറയാണ് മഹാനവറുകളുടേത്. മുഹമ്മദ് ജലാൽ മസ്താൻ ബുഖാരി തങ്ങളുടെ വീട് കവരത്തി ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനവറുകൾ ജനിച്ചത് കവരത്തി ദ്വീപിലായിരുന്നു. മുഹമ്മദ് ജലാൽ മസ്താൻ തങ്ങൾ ജനിച്ച വീട് ഇപ്പോൾ ഒരു സ്മാരകമായി നിലനിർത്തിയിരിക്കുകയാണ്. കടലിൻ്റെ തീരത്തുള്ള മനോഹരമായ ഒരു കെട്ടിടമാണിത്. മഹാനവറുകളുടെ വടി, മാല, ചെരിപ്പ്, അവിടുന്ന് രചിച്ച കിതാബുകൾ, ദഫുകൾ, തലപ്പാവുകൾ, ഇങ്ങനെ ഒട്ടനവധി ആധാറുകൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ജലാൽ മസ്താൻ തങ്ങളുടെ മക്കളും കുടുംബക്കാരുമായ ഏതാനും ആളുകളുടെ മഖ്ബറകളും ഇതിനു ചുറ്റുമുണ്ട്. തങ്ങളുടെ ജനനസ്ഥലമാണ് കവരത്തി എന്നുള്ളതുകൊണ്ട് തന്നെ അവിടുത്തോട് ബന്ധപ്പെട്ട പല വീടുകളിലും അവിടുത്തെ തിരുശേഷിപ്പുകൾ നമുക്ക് കാണാവുന്നതാണ്. മഹാന്മാരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വെക്കുന്നതും കാണുന്നതും ബർക്കത്തെടുക്കുന്നതും വളരെ പുണ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല വീടുകളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആസാറുകൾ ഞങ്ങൾ കാണുകയുണ്ടായി. ജലാൽ മസ്താൻ തങ്ങളുടെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച സ്മാരകത്തിൽ ഇപ്പോഴത്തെ ഖാദിമായ ബഷീർ ഫൈസിയുടെ വീട്ടിൽ ജലാൽ മസ്താൻ തങ്ങളുടെ ജുബ്ബകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇത് കാണുകയുണ്ടായി. മഹാനവറുകളുടെ കൈകൊണ്ട് സ്പർശിച്ച വടി, മാല, തലപ്പാവ്, ജുബ്ബ തുടങ്ങിയ ഷറഫാക്കപ്പെട്ട സാധനങ്ങൾ കാണുക എന്നത് ആത്മീയമായ നിർവൃതി പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ജലാൽ മസ്താൻ തങ്ങളുടെ പേരക്കുട്ടിയായ ജാഫറിക്കയുടെ കാര്യം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതാണ് ജലാൽ മസ്താൻ തങ്ങളുടെ പേരക്കുട്ടിയായ ജാഫറിക്ക. കവരത്തി ദ്വീപിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും ചെയ്തു തന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ഗുലാമാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് പോകാനുള്ള ടിക്കറ്റും പെർമിറ്റും ഒക്കെ ശരിയാക്കി തന്നത്. ഗുലാം എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടാൽ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭക്ഷണവും യാത്രാരേഖകളും യാത്രയും അടക്കമുള്ള പാക്കേജുകൾ ലഭ്യമാവുന്നതാണ്. ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെടാവുന്നതാണ്. മുഹമ്മദ് ജലാൽ മസ്താൻ തങ്ങളുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് ഖാസിം മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ തിരുനോട്ടമുള്ള യൂസുഫ് റബ്ബാനി തങ്ങളുടെയും ഒട്ടനവധി മഹത്തുക്കളുടെയും കാവലുള്ള കവരത്തി എന്ന അതിമനോഹരമായ നാട് ജീവിതത്തിൽ ഒരിക്കൽ കാണുക തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.